യെസ് ഗൈസ്, നമ്മുടെ കിച്ചണിലെ ദോശച്ചട്ടിയുടെ വൃത്തികെട്ട ഒരു സ്വഭാവമില്ലേ, മെയിനായിട്ട് അടിക്ക് പിടിക്കുന്ന ഒരു സ്വഭാവം, അതൊന്ന് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുത്താലോ. ഒറ്റ തവണ മാത്രം ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ ആ ദോശച്ചട്ടിന് നിങ്ങൾ പ്രാഗി ദോശ ചുടേണ്ട ഒരു അവസ്ഥ വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിനും എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 മാസത്തോളമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ളൊരു ദോശച്ചട്ടിയാണ് കേട്ടോ അത്. സംഭവം ഇതിൽ ഞാൻ വാങ്ങിയ ഉടനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നപ്പം നന്നായിട്ട് അടുക്കി പിടിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് ദോശ ചുടുമ്പോൾ ഏറ്റവും ദേഷ്യമുള്ളൊരു സ്വഭാവമാണല്ലോ അത്. ആ ഒരു സംഭവം ഈ ചട്ടിക്ക് വന്നു കേട്ടോ. അങ്ങനെ ഇരിക്കും ഞാൻ പലയിടത്തും റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. കുറേ പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും, ദോശയ്ക്ക് അടുക്കി പിടിക്കുന്ന ഈ ഒരു പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ വലിയ എക്സ്പെൻസീവായിട്ട് സംഭവങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ കിച്ചണിൽ എപ്പോഴും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 3 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നോർമലി നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പുളി ഉണ്ടല്ലോ, പുളി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ദോശച്ചട്ടിയിലേക്ക് അത് നന്നായിട്ട് അതിൽ പിഴിഞ്ഞിട്ട് ആ ദോശച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിക്കരുത്, സ്പീഡാക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ടു ലോയിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വെച്ചിട്ട് അതിൻ്റെ റെസിഡ്യൂസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മളതിൽ മുട്ട പൊരിക്കലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു മുട്ട അതിൽ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് പുളീൻ്റെ വെള്ളം വിത്ത് ആ പുളീൻ്റെ റെസിഡ്യൂ കിട്ടും, അത് എല്ലാം കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം തണുത്തിട്ട് എടുത്തിട്ട് മാറ്റി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളതുപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ മുട്ട നമ്മൾ സാധാരണ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ എല്ലായിടത്തേക്കും ആക്കിയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ തണുക്കാനോ വാഷ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ദോശ ചൂടാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ദോശ ചൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നെയ്യ് വെച്ചിട്ട്, ഓയിലല്ലാതെ നെയ്യ് വെച്ചിട്ട്, അത് പശു നെയ്യോ വെജിറ്റബിൾ ഗീയോ ആവാം കേട്ടോ, നെയ്യ് വെച്ചിട്ട് ദോശ ട്രൈ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാകും. വളരെ എഫക്റ്റീവായിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.